കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഡോക്ടർ എം ബഷീറിന്റെ ഒരു റിപ്പോർട്ട് വന്നിരുന്നു. അതായത് വേടന്റെ പാട്ടുകൾ BA, MA മലയാള പാഠവിഷയത്തിൽ ഉൾപ്പെടുത്തരുതെന്ന്. അതിന് കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഇവയെല്ലാം പഠിക്കേണ്ടത് മ്യൂസിക് പഠിക്കുന്നവരാണ്. അതായത് BA, MA മ്യൂസിക്. അല്ലാതെ ഭാഷയും സംസ്കാരവും കൈകാര്യം ചെയ്യുന്നവർക്ക് BA മ്യൂസിക് പഠിച്ചവരെ പോലെ പാട്ടുകളുടെയും വരികളുടെയും അർത്ഥം എത്രത്തോളം മനസ്സിലാക്കാൻ കഴിയും ഒരു ഭാഷ പഠിച്ചവർക്ക് എന്നൊരു ചോദ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഭാഷ എന്നത് കേവലം കവിതയിലോ കഥയിലോ സാഹിത്യത്തിലോ ഒതുങ്ങുന്ന ഒരു വിഷയമല്ല. മറിച്ച് പാട്ടുകളും എല്ലാം ഉൾപ്പെടുത്തുന്നതാണ് ഒരു ഭാഷ എന്ന് പറയേണ്ടത്. നമ്മളൊക്കെ ചെറുപ്രായത്തിൽ ഭാഷ പഠിക്കുന്നതിന്റെ ഭാഗമായി ആദ്യം അക്ഷരങ്ങൾ പഠിക്കും. പക്ഷേ 1-2 ക്ലാസ്സുകൾ കഴിയുമ്പോൾ പയ്യെ അത് ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് കടക്കും. അത് എക്സാം എഴുതി കഴിയുമ്പോൾ അതിന്റെ എഫക്റ്റ് അവിടെ തീരും. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഈ പഠിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസറുകൾ കൊണ്ട് ഫ്യൂച്ചറിൽ എന്ത് നേട്ടമാണ് ഉള്ളത്? ഭാഷ എന്നത് കേവലം ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ച് എക്സാം എഴുതുന്നത് മാത്രമല്ല, മറിച്ച് പ്രകൃതിയും കൂടി ഉൾപ്പെടുത്തുന്നതാണ് ഭാഷ. കാരണം ഇന്നത്തെ സമൂഹത്തിന് പ്രകൃതിയെക്കുറിച്ച് ഒരു അറിവുമില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ചുറ്റും കാണുന്ന പച്ചപ്പുകളെല്ലാം വെട്ടിക്കളയുന്നത്. അതുകൊണ്ട് പ്രകൃതിയിൽ ഉണ്ടാക്കുന്ന ദോഷവും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ദോഷവും വളരെ വലുതാണ്. ഇവയെ പറ്റിയൊക്കെ നമ്മുടെ കൊച്ചു കുരുന്നുകൾക്ക് ചെറുപ്പം തൊട്ടേ ഒരു അറിവ് പകർന്നു കൊടുത്തില്ലെങ്കിൽ ഭാവിയിൽ കേരളം എന്നത് ചരിത്ര പുസ്തകത്തിൽ പഠിക്കേണ്ട ഗതികേടുണ്ടാവും നമ്മുടെ പ്രിയ കുട്ടികൾക്ക്. അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ നമ്മുടെ ചുറ്റിനുള്ള പച്ചപ്പുകളുടെ വിലയും മഹത്വവും കൊച്ചുകുട്ടികളിൽ പകർന്നു കൊടുക്കുക. ഭാഷ കൊണ്ട് മാത്രമേ പ്രകൃതിയെ പറ്റിയുള്ള അറിവുകൾ പകർന്നു കൊടുക്കാൻ കഴിയൂ. കാരണം നമ്മൾ പഠിക്കുന്ന സയൻസ് ആണെങ്കിൽ കൂടുതലും ഓരോ ശാസ്ത്രജ്ഞർ കണ്ടുപിടിച്ച കണ്ടുപിടുത്തങ്ങളെ പറ്റിയാണ്. മറിച്ച് കൊമേഴ്സ് ആണെങ്കിൽ നമ്മൾ പഠിക്കുന്നത് വാണിജ്യപരമായും അതുപോലെ തന്നെ ബിസിനസ്സിൽ എങ്ങനെ ലാഭം ഉണ്ടാക്കുക അങ്ങനെയുള്ള ഐഡിയകളെ പറ്റിയാണ് കൂടുതൽ പറയുന്നത്. ഇവ രണ്ടിലും ഒരിക്കലും പ്രകൃതിയിൽ എങ്ങനെ സസ്റ്റൈനബിൾ ആയി നിൽക്കാം എന്നൊരു വാക്കുകളൊന്നും പരാമർശിക്കുന്നില്ല. അവയെല്ലാം പറയണമെങ്കിൽ നമ്മുടെ ഭാഷ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ മൈക്കിൾ ജാക്സന്റെയും വേടന്റെയും പോലുള്ള എർത്ത് സോങ്, ഭൂമി ഞാൻ വാഴുന്നിടം ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ പാഠ്യ വിഷയത്തിൽ ഉൾപ്പെടുത്തി അവയുടെ അർത്ഥങ്ങൾ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുക. അത് നമ്മുടെ ഭാവിയിലുള്ള പ്രകൃതിയുടെ നന്മയ്ക്കായി ഉപകരിക്കും. അതുകൊണ്ട് തന്നെ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.